പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഒക്ടോബർ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26-ാം വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 26 നാം ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ഗലാത്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായ ദൂത് പറയുന്നു. യഹൂദ പശ്ചാത്തലവും ജാതീയ വിജാതീയ ചിന്തകളും ഒക്കെ സമുന്നയിച്ചു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ ശക്തമായ ദൂതും ദൈവിക ആലോചനകളും പൗലോസ് ഗലാത്യ സഭയോട് പറയുകയാണ്. പ്രത്യേകിച്ച് 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ വരുമ്പോൾ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. വിശ്വാസം നമ്മിലോട്ട് ആകുന്നതിന് മുൻപേ നാം ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നു. ആ ന്യായപ്രമാണം നമുക്ക് ഒരു ശിശുപാലകരായി ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു മാർഗമായി തീർന്നു. എന്നാൽ ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട് ക്രിസ്തുവിൽ കൂടെ ദൈവം ഉദ്ദേശിച്ച പദ്ധതി ഈ ഭൂമിയിൽ പൂർത്തീകരിച്ചപ്പോൾ ആ ക്രിസ്തുവിനെ വ്യക്തിപരമായി ആര് രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ജീവിതം കർത്താവിൽ പരിപൂർണമായി വിട്ടുകൊടുക്കുമ്പോൾ യേശുവിൽ കൂടെയുള്ള വിശ്വാസത്തിലൂടെ നാം ഏവരും ദൈവത്തിൻ്റെ മക്കളായി തീരുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയായി ഇന്നത്തെ പേര് കേട്ട പാരമ്പര്യ സഭയിൽ അല്ല, ഇന്നത്തെ ആത്മീയത്തിന്റെ മണിമകുടത്തിൽ ഇരിക്കുന്നുവെന്ന് പറയുന്നതും സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് അവകാശം പറയുന്ന ഇന്നിന്റെ പുതിയ സഭകളിലും ചേർന്നാൽ അല്ലെങ്കിൽ അംഗമായാൽ പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടാൽ ആത്മീയ പാരമ്പര്യം പറയുന്നു, പള്ളിയിലും സഭയിലും മുൻപന്തിയിൽ നിൽക്കുന്നു, ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, സുവിശേഷ വേലകൾ സ്പോൺസർ ചെയ്യുന്നു, സാമ്പത്തികമായി ഒത്തിരി കൈ അയച്ച് ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ നാം പറയുന്ന ആത്മീയ പരിവേഷമാണ് നമുക്കുള്ളത്. ആ വ്യക്തി ദൈവത്തിന്റെ പൈതൽ ആണോ അല്ലയോ? ഇതിന്ന് നിലകൊള്ളുന്ന ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ വാഗ്ദത്ത വചനവും വിശുദ്ധ വേദപുസ്തകവും പ്രത്യേകിച്ച് പുതിയ നിയമപ്രകാരവും വചനപ്രകാരം ഞാൻ പറയട്ടെ, ഈ മേൽ പറയപ്പെട്ടതാണ് ഒരു യഥാർത്ഥ ദൈവ പൈതൽ എന്നുള്ളതിന്റെ യോഗ്യതയെന്ന് നമ്മളിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ വചനം ഇങ്ങനെ പറയുന്നു: നാം ഏറ്റവും അധമനായി തീർന്നിരിക്കുന്നു. സ്വർഗരാജ്യത്തിന് പുറത്താണ് നമ്മുടെ സ്ഥാനം. അതെ, വളരെ ഗൗരവമായി ഓർക്കണം. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവ പൈതലാകുവാൻ അവകാശമുള്ളൂ.
യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് യേശുവിൽ കൂടെയുള്ള രക്ഷ നാം പ്രാപിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തി നിശ്ചയമായും ദൈവത്തിന്റെ മക്കളാണ്. ആ യേശുവിലുള്ള വിശ്വാസം എന്നിലും നിങ്ങളിലും ഉണ്ടോ? ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ സഭാവിശ്വാസികളാണ്. അത് നമ്മളൊക്കെ പോകുന്ന ഏത് സഭയാണെങ്കിലും, ഇന്നത്തെ ആത്മീയ നവോത്ഥാനം എന്ന് പറയുന്ന പെന്തക്കോസ്ത് സഭയുൾപ്പെടെ നമ്മളൊക്കെ സഭാവിശ്വാസികളാ. ക്രിസ്തു വിശ്വാസികൾ അല്ലേ? അല്ല. ഇതാര് തിരിച്ചറിയുന്നോ അവരാണ് യഥാർത്ഥ ദൈവ പൈതൽ. അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളല്ല, ചർച്ചിയാനികളാണ്. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. എങ്ങനെയാണ് ആ പേര് വന്നത്? അവരെ ആദ്യം കളിയാക്കി വിളിച്ചതാണ്. ക്രിസ്തുവിനെ ആരനുഗമിക്കുന്നോ അവർ ക്രിസ്ത്യാനി എന്ന് കളിയാക്കി വിളിച്ചു. അത് അവരൊരു യോഗ്യതയാക്കി മാറ്റി. കാരണം അവർ സത്യസന്ധമായി യേശുവിനെ അനുഗമിക്കുന്നവരായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് ഒരു വീണ്ടും വിചാരത്തിന്, സ്വയം ശോധനയ്ക്ക് കാരണമാകട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ നിൽക്കുന്ന സഭ വിട്ടു പോകണമെന്നോ മാറണമെന്നോ ഒന്നും ഞാൻ അർത്ഥമാക്കിയില്ല. ഒരു യഥാർത്ഥ ദൈവ പൈതലാകണമെന്ന് നിശ്ചയമായും 101% ഞാൻ അർത്ഥമാക്കുന്നു. അത് ഞാൻ നിങ്ങളും ഉറപ്പിക്കണം. അതുകൊണ്ട് അതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ പറയട്ടെ. യേശുവിനുള്ള വിശ്വാസത്താൽ ഞാനും നിങ്ങളും ദൈവമക്കളായി തീരുകയാണ്. നമ്മുടെ പദവി മാറുകയാണ്. എന്നെയും നിങ്ങളെയും അയൽവക്കക്കാർ കാണുമ്പോൾ, കൂട്ടായ്മയിൽപ്പെട്ടവർ കാണുമ്പോൾ, നമ്മുടെ സഭയിൽപ്പെട്ടവർ കാണുമ്പോൾ, നമ്മളെ ഇഷ്ടമുള്ളവരും പ്രത്യേകാൽ ഇഷ്ടമില്ലാത്തവരും നമ്മളെ വലിയ കാര്യമായിട്ട് ബ്രദറേന്നും ദൈവദാസാന്നും മോനേന്നും മോളേന്നും ഒക്കെ വിളിക്കുമെങ്കിലും 99% ആൾക്കാർക്കും നമ്മളെ ഇഷ്ടമല്ല. നമ്മുടെ നന്മയിൽ സന്തോഷമല്ല. നമ്മളെ വിളിക്കുന്നതും തിരക്കുന്നതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, എന്തോ ദുരുദ്ദേശത്തിനാണ്. അവരൊക്കെ നമ്മളെ കാണുന്നത് ഇന്നടത്ത് ഇന്നാരുടെ മകൾ, ഇന്നാരുടെ മകൻ, അവനെ നമുക്കറിയത്തില്ലേ, അവളെ നമുക്കറിയത്തില്ലേ. നമ്മുടെ ബയോളജിയും ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ മുൻവിധിയോടെ വെച്ചുകൊണ്ടാണ് നമ്മോട് ഇടപെടുന്നതും ചിരിക്കുന്നതും പ്രൈസലോട് പറയുന്നതും. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിനറിയാം ഞാൻ ശരിക്കും ഒരു ദൈവ പൈതലാണെന്ന്. അതുകൊണ്ട് ഈ ചൊവ്വാഴ്ച ദിവസം രാവിലെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ജീവജലത്തിന്റെ പ്രേക്ഷകരായ സ്ഥിരം കേൾവിക്കാരായ എന്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും ഒരു യഥാർത്ഥ ദൈവ പൈതലാണ് എന്ന് എനിക്ക്, നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായ ഉറപ്പ് ദൈവസന്നിധിയിൽ ഉണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും, എന്ത് വിളിച്ചാലും, പരിഹസിച്ചാലും, നിന്ദിച്ചാലും, അപവാദം പറഞ്ഞാലും, ഏതെല്ലാം ഗോസിപ്പ് നിരത്തിയാലും, നമുക്കെതിരെ ദുഷ്പ്രചരണം ഉണ്ടാക്കിയാലും, ദൈവ പൈതലേ, എനിക്കും നിങ്ങൾക്കും ഒരു ഉറപ്പുണ്ട്, ഞാൻ എന്റെ ദൈവത്തിന്റെ പൈതല. മോശയുടെ സഹോദരങ്ങളായ അഹരോനെയും മിര്യാമിനെയും ദൈവം വിളിച്ചിട്ട് ദൈവം ചോദിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനെ കുറിച്ച് എന്തറിയാം? നിങ്ങളുടെ കാഴ്ചയിൽ നിങ്ങൾക്ക് ഒരു സഹോദരനാ, പക്ഷേ എനിക്കവൻ അങ്ങനെയല്ല. ഞാൻ ഈ നാളുകളിൽ എല്ലാവരോടും അരുളി ചെയ്യുന്നത് മറപ്പൊരുളായിട്ടാ. എന്നാൽ എന്റെ ദാസനായ മോശയോട് ഞാൻ നേരിട്ടാണ് ഇടപെടുന്നത്. അതെ, മോശയുടെ സ്വന്തം രക്തത്തിന്
മോശയെ തിരിച്ചറിഞ്ഞില്ല. അത് ദൈവം മോശയെ കുറിച്ചുള്ളത് അഹരോനും മിര്യാമിനും വെളിപ്പെടുത്തി കൊടുത്തു. അതിന്റെ ശാപഫലം മിര്യാം ഏൽക്കുകയും ചെയ്തു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഞാനും നിങ്ങളും ദൈവദാസന്മാർക്കെതിരെ, ദൈവ മക്കൾക്കെതിരെ അനാവശ്യ ആരോപണം ഉന്നയിക്കുവാൻ, അതിൽ മൗനമായി നിന്ന് പങ്കുചേരുവാൻ, ആസ്വദിക്കുവാൻ. ശാപം വഴിപോക്കനെ പോലെ കുടുംബത്തിൽ വന്നു ചേരും. അതുകൊണ്ട് ഇന്ന് പകൽ ഞാനും നിങ്ങളും ഒരു കാര്യം ഉറപ്പിക്കണം. ഞാൻ ക്രിസ്തുവിൽ കൂടെയുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ പൈതലാണ്. ഗലാത്യ സഭയോട് പൗലോസ് ശക്തമായി പറയുകയാണ്, നിങ്ങൾ കടന്നു വന്ന അവസ്ഥയിലും ന്യായപ്രമാണത്തിലുമല്ല, നിങ്ങൾ അതിന് പുറത്തു വന്നു. യേശുവിലെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ രക്ഷകനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീർന്നു. അങ്ങനെ ദൈവമക്കളായി തീർന്നാൽ നമ്മുടെ പദവി മാറി, സ്ഥാനം മാറി, അവസ്ഥ മാറി. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരാവശ്യം വന്നാൽ മുൻപും പിൻപും നോക്കാതെ നമ്മൾ ആവോളം വേണ്ടത് ചെയ്യും. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ വിശ്വാസത്തിലൂടെ ഒരു ദൈവ പൈതലായി തീർന്ന എന്നെയും നിങ്ങളെയും പരിപാലിക്കുവാൻ, കാക്കുവാൻ, സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ, കരം പിടിച്ചു നടത്തുവാൻ നമ്മുടെ അപ്പനായ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ പലവിധ വേദനകളാൽ മനംനൊന്ത് വിഷമിച്ച് എന്നെ കേൾക്കുന്നവരുണ്ട്. എന്റെ ബ്രദറെ, ഇനി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഉപവസിക്കണം? ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ഉപവസിച്ചിട്ടും ആത്മീയ കാര്യത്തിൽ മുന്നിട്ട് നിന്നിട്ടും എന്റെ കാര്യത്തിന് ഒരു നീക്കവുമില്ല. എന്റെ ബിസിനസ്, എന്റെ ജോലി, എന്റെ വീസ, എന്റെ മകൻ, എന്റെ മകൾ, എന്റെ ഭവനം, എന്റെ ആരോഗ്യകാര്യം, എന്റെ നിയമകാര്യം, എന്റെ സാമ്പത്തിക കാര്യം എല്ലായിടങ്ങളിലും തടസ്സമാണ്, മുടക്കമാണ്, പ്രതികൂലമാണ്. ഒരു മേൽഗതിയുമില്ലാതെ ഞാൻ വട്ടം കറങ്ങുകയാണ്. എന്താണ് ഇതിന് കാരണം? അതെ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, ദൈവ പൈതലേ, മേൽ പറയപ്പെട്ട നിലകളിൽ, വിഷമത്തിൽ, ഭാരത്തിൽ, സങ്കടത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ പരിപൂർണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. മറ്റുള്ള പുറത്തുള്ള കാര്യാദികളൊക്കെ വിട്ടിട്ട് യേശുവിനെ സ്വീകരിക്കേണ്ട പോലെ ഉള്ളത്തിൽ സ്വീകരിക്കുക. നിങ്ങളെ സ്വന്തം അപ്പൻ മകനെയും മകളെയും നോക്കുന്നത് പോലെ പരിപാലിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഈ പ്രഭാതത്തിൽ ഞാൻ ചോദിക്കട്ടെ, എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നും ഇല്ലാത്തവനെ പോലെ, ഇല്ലാത്തവളെ പോലെ അല്ലേ നിങ്ങളുടെ ജീവിതം? ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രത്തിന് വസ്ത്രം, മക്കൾക്ക് മക്കൾ, ഭവനത്തിന് ഒരു വീടല്ല പല വീടുകൾ, ബാങ്ക് ബാലൻസ്, പ്രോപ്പർട്ടി, സ്ഥാനമാനം എല്ലാമുണ്ട്. പക്ഷേ സമാധാനമുണ്ടോ? ഹൃദയം തുറന്ന് ഒന്ന് ചിരിച്ചിട്ട് എത്ര നാളായി? സ്വസ്ഥമായി ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായി? ദൈവമക്കളെ, പണമോ സ്ഥാനമോ സമൂഹത്തിൻ്റെതായിട്ടുള്ള ഉന്നതിയോ ഒന്നുമല്ല ജീവിതത്തിന്റെ ആധാരം. ഒരു ദൈവ പൈതലായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രഭാതം പൗലോസ് നമ്മളെ സ്വയം ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാനും ഒരു മടങ്ങിവരവിലേക്കും ആഹ്വാനം ചെയ്യും. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കളായി ആ ഒരു പദവിയിലെത്തുവാൻ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും തമ്പുരാൻ ഇടയാക്കട്ടെ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ചെറുതും വലുതുമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, ഭാരങ്ങൾക്ക്, വേദനകൾക്ക് കർത്താവ്
ആശ്വാസവും വിടുതലും നിത്യമായ സമാധാനവും തരട്ടെ. ഏതെങ്കിലും വിഷയത്തിൽ വല്ലാതെ മനംനൊന്ത് സങ്കടത്തോടെ എന്നെ കേൾക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ ഈ പ്രഭാതത്തിൽ തമ്പുരാൻ നിങ്ങളെ നിറയ്ക്കട്ടെ, മാനിക്കട്ടെ. ഒരു ദൈവ പൈതൽ എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. ആ അപ്പൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടത് കരുതുകയും കരം പിടിച്ച് നടത്തുകയും ചെയ്യും. ഈ ദൈവത്തിന്റെ കൃപയും സമാധാനവും നമ്മോട് കൂടെ ഇരുന്ന്, നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബങ്ങളോട് കൂടെ ഇരുന്ന് സദാ വഴി നടത്തട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസത്തിലൂടെ ഞങ്ങൾ ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് എത്തുമെന്ന് പൗലോസിൽ കൂടെ ഗലാത്യ സഭയോട് പറഞ്ഞത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ലോകമക്കളായി, സഭാമക്കളായി, വിശ്വാസ സമൂഹമായി മാത്രം ഒതുങ്ങിക്കൂടുമ്പോൾ ഒരു യഥാർത്ഥ ദൈവപൈതലാണോ എന്ന് ചിന്തിപ്പാൻ ഇന്ന് ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ സ്ഥാനമാനങ്ങളോ സമ്പത്തോ പേരോ പ്രശസ്തിയോ പെരുമയോ ഒന്നുമല്ല അതിനാധാരം. യേശുവിൽ കൂടെയുള്ള അചഞ്ചലമായ വിശ്വാസമാണെന്നും യേശുവിനെ രക്ഷകനായും കർത്താവായും അംഗീകരിക്കുന്നതിലൂടെ ഈ വലിയ പദവിയിലെത്തുമെന്നും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്കും ഭാരങ്ങളുണ്ട്, വേദനയുണ്ട്, വിഷമമുണ്ട്, രോഗമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങളുണ്ട്. എന്നാൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുമെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഇന്ന് പകൽ അപ്പൻ ഞങ്ങളോട് കരുണ തോന്നണം, ഞങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുക്കണം, ഞങ്ങളുടെ ഭാരങ്ങളെ മാറ്റണം. അതെ, അവിടുത്തെ വലിയ തങ്കച്ചോരയാൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് മക്കളാക്കി തീർത്ത് എല്ലാ നന്മകളാലും നടത്തി ഞങ്ങളെ പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിനം നാം വലിയൊരു പദവിയോടുകൂടിയാണ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് മറ്റാരും നമുക്ക് ചാർത്തി തന്നതല്ല. നാം കടന്നു പോകുന്ന നമ്മുടെ സഭയിൽ നിന്ന് എഴുതി തന്നതല്ല. നാം ജനിക്കപ്പെട്ട നമ്മുടെ മാതാപിതാക്കളാൽ പാരമ്പര്യത്താൽ വന്നു ചേർന്നതുമല്ല. മറിച്ച് ഞാൻ വ്യക്തിപരമായി എന്റെ യേശുവിൽ വിശ്വസിച്ചതിലൂടെ തമ്പുരാൻ സൗജന്യമായി തന്ന ഒരു വലിയ പദവിയാണ് യഥാർത്ഥ ദൈവ പൈതൽ. ആ പദവിയിലൂടെ സകല അനുഗ്രഹങ്ങളും പ്രാപിച്ച് നന്മയോടെ ജീവിപ്പാൻ ഇന്നത്തെ ദിനം ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളെയും എല്ലാ പ്രേക്ഷകരെയും തമ്പുരാൻ ഇടയാക്കട്ടെ. അതിന് സർവശക്തനായ ദൈവം നമ്മ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.